ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ ഒരുപാട് എണ്ണയൊന്നുമില്ലാതെ എണ്ണയിൽ മുക്കി പൊരിക്കുക ഒന്നും ചെയ്യാതെ വയറും മനസ്സും ഒക്കെ നിറയുന്ന രീതിക്കുള്ള നല്ല കിടിലനായിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയിൽ ജാറെടുക്കുക. അതിലേക്കൊരു കപ്പോളം ഗോതമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ് ഗോതമ്പ് വെച്ചിട്ട് 3-4 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എത്ര വേണമെന്നുള്ളതനുസരിച്ചിട്ട് ഗോതമ്പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്കൊരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു നുള്ളോളം നമ്മളിതിലേക്ക് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂണോളം നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കണ്ട, അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മളിത് ഇതിലേക്ക് കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് നമ്മൾ മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ല ലൂസാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലുണ്ടാകാൻ പാടില്ല. നമ്മൾ ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിലാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ നിൽക്കട്ടെ, നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്യാപ്സിക്കത്തിന് പകരമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം നിർബന്ധമില്ല കേട്ടോ. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ എരിവനുസരിച്ചിട്ട് ചേർക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് പച്ചമുളക് ചേർക്കുന്നതാണെങ്കിൽ ഇനി ഇതിപ്പം ഇതിലേക്ക് ഈ ഒരു മുളക് പൊടിയും കുരുമുളക് പൊടിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഇതുപോലെ 2 സ്പൂണ് മാവ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള സ്പൂണാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മതിയാവട്ടെ. അപ്പോൾ ഇത് നമ്മൾ 2 സ്പൂണോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് 2 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടീസ്പൂണോളം നമ്മൾ നേരത്തെ ഇതാ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ സൈഡിലേക്കൊന്നും ആക്കി കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് വേണ്ട വരില്ല, അതിന് മുമ്പ് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളേ. അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 1-1.5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് ഏത് ടൈമിലും കഴിക്കാൻ വേണ്ടി പറ്റട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി ലഞ്ചിനായിട്ടോ ഡിന്നറിനായിട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തോ എന്താ വെച്ചാൽ ഏത് സമയത്തും ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.